വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. നമ്മൾ ഇംഗ്ലീഷിന്റെ ക്രാക്കർ സീരീസ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആണ്. ഓൾറെഡി ബാക്കി 2 ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാനലിൽ പോയി കാണണം. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇംഗ്ലീഷിൽ എന്തൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ, എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഏതൊക്കെ എക്സെപ്ഷൻസ് പഠിക്കണം, നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്രാക്കർ സീരീസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ദ എന്ന ആർട്ടിക്കിളിനെ കുറിച്ചാണ് സംസാരിക്കാൻ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊരു ഡയലോഗ് ഭയങ്കര ഫേമസ് ആയിരുന്നു. വൈ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ബട്ട് നോട്ട് ദി ഇന്ത്യ എന്ന്. അപ്പൊ ഞാനിത് എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും. അപ്പൊ പലരും പല അഭിപ്രായം. ചില ആൾക്കാർ പറയുന്നു ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്ഡ് കൺട്രി, ആ ഡിഫറൻസ് ഉള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെ ഒന്നും അല്ല. സംഭവം അതിലും വളരെ സിമ്പിൾ ആണ്. ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് മാത്രം നിങ്ങൾ കേട്ടിട്ടുള്ളോ? വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ദി യുണൈറ്റഡ് കിങ്ഡം കേട്ടിട്ടില്ലേ? ദി യുണൈറ്റഡ് കിങ്ഡം, യെസ്. പക്ഷെ നമ്മൾ കേൾക്കാതെ എന്താണ് ദി ഇന്ത്യ, ദി ജപ്പാൻ, ദി ഇന്തോനേഷ്യ എന്നൊന്നും നമ്മൾ കേൾക്കാറില്ല. ഇതിന്റെ കാര്യം വളരെ സിമ്പിൾ ആണ്. ഇവരിൽ 2 ആൾക്കാരെ കണ്ടോ, സ്റ്റേറ്റ്സും കിങ്ഡവും. ഈ 2 പേരും കോമൺ നൗണുകളാണ്. എന്താണ്? ഇവർ 2 പേരും കോമൺ നൗൺസ് ആണ്. കോമൺ നൗൺസ് ആണെങ്കിൽ ഒരു കോമൺ നൗണിന്റെ കൂടെ നമുക്ക് ദ ആഡ് ചെയ്യാം. കാരണം ഇപ്പൊ നമ്മുടെ ഇന്ത്യയില് പഞ്ചാബ്, രാജസ്ഥാൻ, കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര ഇവരെല്ലാം നമ്മൾ എന്താ കോമൺ ആയിട്ട് വിളിക്കുക? സ്റ്റേറ്റ്സ്, അങ്ങനെയല്ലേ? സോ സ്റ്റേറ്റ്സിന്റെ കൂടെ നമുക്ക് ദ യൂസ് ചെയ്യാം. കിങ്ഡവും അതുപോലെ ഒരു കോമൺ നൗൺ ആണ്. അപ്പൊ ഇവരുടെ പേരുകളില് കോമൺ നൗൺസ് ഉള്ളത് കൊണ്ട് നമുക്ക് ദ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. പക്ഷെ ഇന്ത്യ എന്ന വാക്ക് എന്താണ്? ഒരു പ്രോപ്പർ നൗൺ ആണ്. എന്താണ്? ഒരു പ്രോപ്പർ നൗൺ ആണ്. അപ്പോൾ ഇന്ത്യയെ പോലെ ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയുടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? ദ ഇന്ത്യ എന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ സിമ്പിൾ അല്ലേ കാര്യം? ഇതുപോലെ നമ്മൾ ദയുടെ യൂസസ് ആൻഡ് ഒമിഷൻസ് പഠിക്കാൻ പോവാണ്. എവിടെയൊക്കെ ദ യൂസ് ചെയ്യാം, എവിടെയൊക്കെ ദ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. So, the can be placed before both singular and plural nouns. Singular nounsന്റെ കൂടെയും plural nounsന്റെ കൂടെയും നമുക്ക് എന്ത് ചെയ്യാം? The place ചെയ്യാനായിട്ട് പറ്റും. അതാണ് point number 1. രണ്ടാമത്തെ point നോക്കിയേ. The is used before a noun if it is followed by a relative pronoun. അതായത് ഒരു നൗൺ, ആ നൗണിന്റെ കൂടെ ഒരു റിലേറ്റീവ് പ്രോനൗൺ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ആരെ യൂസ് ചെയ്യാം? ദ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഹി ഈസ് ദ ബോയ് ഹൂ പ്ലേസ് ദി ഗിറ്റാർ. കണ്ടോ, ഹൂ ആണ് ഇവിടുത്തെ റിലേറ്റീവ് പ്രോനൗൺ. അപ്പോൾ ഒരു നൗണിന്റെ കൂടെ അതിനെ ഫോളോ ചെയ്ത് ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ദ യൂസ് ചെയ്യാം. പിന്നെ ദ ഈസ് യൂസ്ഡ് ബിഫോർ, ഈ പറയുന്ന ആൾക്കാരുടെ ഒക്കെ മുന്നിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദ യൂസ് ചെയ്യാം. റിവർ പറയുമ്പോൾ ദി ഗംഗ പറഞ്ഞൂടെ? സീ ഏത് പറയാം? ദി അറ്റ്ലാന്റിക് ഓഷ്യൻ, ഗൾഫ്, ദി ഗൾഫ് ഓഫ് മെക്സിക്കോ, ഡെസേർട്ട് പറയാം, ദി സഹാറ ഡെസേർട്ട്, ഡയറക്ഷൻ, കനാൽസ്, റിലീജിയസ് ബുക്സ്, ഗീത, ബൈബിൾ, ഖുറാൻ, ഇവിടെയൊക്കെ നമ്മൾ ദ ഉപയോഗിക്കും. ദ ഖുറാൻ, ദ ബൈബിൾ എന്ന് പറയും. ഇനി ടൈറ്റിൽസ് ആൻഡ് പോസ്റ്റ്, ദി അയൺ മാൻ, ദി അവെഞ്ചേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ ഇവരുടെ ഒക്കെ കൂടെ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ദ നമുക്ക് യൂസ് ചെയ്യാം. ഇനി the is used before an adjective if that adjective is followed by proper noun. അപ്പൊ ഞാൻ നേരത്തെ ആദ്യം ആ സിനിമയുടെ കാര്യം പറഞ്ഞിട്ട് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ദ ഇന്ത്യയുടെയും ഡിഫറൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇന്ത്യ ഒരു പ്രോപ്പർ നൗൺ ആണ്, അതുകൊണ്ട് ദ ഉപയോഗിക്കില്ല എന്ന്. ഇവിടെ പ്രോപ്പർ നൗണിന്റെ കൂടെ ദ യൂസ് ചെയ്യാൻ നിങ്ങൾ വായിച്ചു. എന്തുണ്ടെങ്കിൽ? അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ. അതായത് പ്രോപ്പർ നൗണിന്റെ മുൻപിൽ ഒരു അഡ്ജക്റ്റീവ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ആരെ യൂസ് ചെയ്യാം? ദ യൂസ് ചെയ്യാം. യെസ്റ്റർഡേ ഐ മെറ്റ് ദി ഗ്രേറ്റ് MS ധോണി. ഞാൻ ഇന്നലെ ആരെ കണ്ടു? MS ധോണി, അല്ലെ? ഇന്ത്യയിലുള്ള എല്ലാവർക്കും, ഇന്ത്യയിലെ സകലമാന ആളുകൾക്കും അറിയുന്ന ഒരാളാണ് MS ധോണി. അപ്പൊ MS ധോണിയുടെ ഫ്രണ്ടിൽ എന്താണ് ഞാൻ കൊടുത്തത്? ഗ്രേറ്റ്. അപ്പൊ ഗ്രേറ്റ് ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. അപ്പോ ദ എങ്ങനെ വന്നു? ഒരു പ്രോപ്പർ നൗണിന്റെ മുന്നിൽ ഒരു അഡ്ജക്റ്റീവ് വന്നപ്പോൾ അതിന് മുന്നിൽ ആരെ പ്ലേസ് ചെയ്തു? ദയെ പ്ലേസ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്. നമ്മൾ 3 പോയിന്റ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 4ാമത്തെ പോയിന്റ്. ഇനി 5ാമത്തെ പോയിന്റ്. ദ ഈസ് യൂസ്ഡ് ബിഫോർ കോമൺ നൗൺസ് വെനെവർ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് അഡ്ജക്റ്റീവ്സ്. കോമൺ നൗണുകളെ അഡ്ജക്റ്റീവിന്റെ രൂപത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദ പ്ലേസ് ചെയ്യാം. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള യൂസസ് ആണ് ദയ്ക്കുള്ളത്. ഇനി അടുത്ത ലാസ്റ്റ് 2 എണ്ണം. 6ാമത്തെ പോയിന്റ് നോക്കിയേ. The is used whenever two proper nouns are compared. Example,
പ്രഭുദേവ ഈസ് ദി മൈക്കൽ ജാക്സൺ ഓഫ് ഇന്ത്യ. പ്രഭുദേവയും ഒരു പ്രോപ്പർ നൗൺ ആണ്, മൈക്കൽ ജാക്സണും ഒരു പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ ഈ രണ്ട് പ്രോപ്പർ നൗണിനെയും കമ്പയർ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ആരെ കൊടുക്കാം? ദ കൊടുക്കാൻ സാധിക്കും. ഇനി അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇതൊരു എക്സാമ്പിൾ ആണ്. കിരൺ ഈസ് ദി ഫാസ്റ്റസ്റ്റ് ബോയ് ഓഫ് ഹിസ് ക്ലാസ്. അതായത് എപ്പോഴൊക്കെ സെന്റൻസിൽ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഫാസ്റ്റസ്റ്റ്, ഫാറ്റസ്റ്റ്, ബെസ്റ്റസ്റ്റ് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് വരുമ്പോൾ അതിന്റെ മുന്നിൽ നമുക്ക് ആരെ പ്ലേസ് ചെയ്യാൻ പറ്റും? ദ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ 7 യൂസസ് ദ 7 രീതിയിൽ എവിടെയൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എവിടെയൊക്കെ ദ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. The is not used before the name of the language and sports. ഏതെങ്കിലും ലാംഗ്വേജിന്റെ പേരോ സ്പോർട്സിന്റെ പേരോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ദ യൂസ് ചെയ്യാൻ പാടില്ല. ദ ഹിന്ദി, ദ സോഷ്യൽ സയൻസ്, ദ സയൻസ് എന്നൊന്നും നമ്മൾ പറയില്ല. അല്ലെങ്കിൽ ദ ഹോക്കി, ദ ക്രിക്കറ്റ്, ദ ടെന്നീസ് അങ്ങനെ ഉപയോഗിക്കില്ല. നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിവിജ്വലി തന്നെ ഉപയോഗിക്കാം അല്ലെ? ഇംഗ്ലീഷ്, ഹോക്കി, ടെന്നീസ്, മാത്സ് അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സബ്ജക്ട്സിനെയും സ്പോർട്സിനെയും ഉപയോഗിക്കാം. അവരുടെ മുന്നിൽ ആര് വേണ്ട? ദ വേണ്ട. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. കാരണം സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ സ്മാർട്ട് ആയിട്ട് അതിനെ ഉപയോഗിക്കാൻ എക്സാമിന് നമുക്ക് സാധിക്കും. ഇനി ദ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ദ ഡേ, മന്ത് ആൻഡ് പാർട്സ് ഓഫ് ഡേ. ഒരു ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ, ഒരു മാസത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ദ യൂസ് ചെയ്യണോ? ദ മൺഡേ, ദ ജൂൺ എന്ന് പറയണോ? ദ ഡിസംബർ എന്ന് പറയണോ? വേണ്ട. മൺഡേ, ജൂൺ, ഡിസംബർ എന്നൊക്കെ നമുക്ക് ഇൻഡിവിജ്വലി പറയാം. ദയുടെ യൂസിന്റെ ആവശ്യം അവിടെ ഇല്ല. അടുത്തത് ഇനി വരാൻ പോകുന്ന പോയിന്റ്സ് ദ ഒമിറ്റ് ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ്. ദ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ദീസ് വേർഡ്സ് ലൈഫ്, മണി, പ്രൈഡ്, ഗോഡ്, ലവ്, സൊസൈറ്റി, പാർലമെന്റ്, ഡെത്ത് ഇങ്ങനെയുള്ള വാക്കുകളുടെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ലവ്, ദ മാത്തമാറ്റിക്സ് എന്നൊന്നും യൂസ് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്ത് കാണാറുണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് അങ്ങനെ വരുന്നത്? ഇഫ് ദ വേർഡ് ഈസ് പെർട്ടിക്കുലറൈസ്ഡ് വി ക്യാൻ യൂസ് ദ. അതായത് നമ്മളിപ്പോ പറയുകയാണ് ദ ലവ് ഓഫ് എ മദർ അല്ലെങ്കിൽ ദ ലവ് ഓഫ് ദ സിസ്റ്റർ, ഇങ്ങനെ ദ ഹിന്ദി ഓഫ് പ്രിയ, ഇങ്ങനെ അതിനെ പർട്ടിക്കുലറൈസ് ചെയ്യുകയാണെങ്കിൽ, അതിനൊരു വിശേഷത കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദ യൂസ് ചെയ്യാം. ഇവിടെ ലവ് ഓഫ് എ സിസ്റ്റർ, ഞാൻ ഒരു സഹോദരിയുടെ സ്നേഹം, ഒരു അമ്മയുടെ സ്നേഹം എന്നൊക്കെ പറയുമ്പം ലവ് എന്ന വാക്കിന് മുന്നിൽ എന്ത് കൊടുക്കാം? ദ കൊടുക്കാം. അതുപോലെ ദ ഹിന്ദി ഓഫ് പ്രിയ, പ്രിയയുടെ ഹിന്ദി, പ്രിയയുടെ ഹിന്ദി ആ ലാംഗ്വേജ്, പ്രിയയുടെ ആ ലാംഗ്വേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ദ കൊടുക്കാം. സോ ചില വാക്കുകളുടെ ഫ്രണ്ടിൽ അവർക്കൊരു പർട്ടിക്കുലറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ദ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്തത് എവിടെ? The should not be used before these places if we go there for primary purpose. അതായത് നിങ്ങൾ ഒരു അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ എന്തിനാ പോണേ? പ്രാർത്ഥിക്കാൻ. യെസ്, നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ പോവുകയാണ് എന്നാണ് നിങ്ങൾ സെന്റൻസിൽ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പ്രൈമറി പർപ്പസിനാണ് പോയത്. പക്ഷേ നിങ്ങൾ അമ്പലത്തിൽ വേറെ ആരെങ്കിലും കാണാനോ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാനോ ഒക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യണം? സെന്റൻസിൽ ദ യൂസ് ചെയ്യണം. നോക്കിക്കേ, ഐ വെന്റ് ടു ചർച്ച് ഓർ ടെമ്പിൾ ടു വർഷിപ്പ്. പ്രാർത്ഥിക്കാൻ, പ്രൈമറി പർപ്പസ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ നമ്മൾ പ്രൈമറി പർപ്പസിന് അല്ലാതെ പോവുകയാണെങ്കിൽ ഐ വെന്റ് ടു ദി ടെമ്പിൾ ഇൻ സെർച്ച് ഓഫ് ഹെർ ഓർ ഹിം, ഞാൻ ആരെയോ തെരഞ്ഞാണ് ടെമ്പിളിലേക്ക് പോയത്. അപ്പൊ എന്തായി? നമുക്കവിടെ ദ എന്ന വാക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ദ എന്ന ആർട്ടിക്കിൾ നമുക്ക് അവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ പറയുന്ന വാക്കുകൾ ചർച്ച്, ടെമ്പിൾ, മോസ്ക്, സ്കൂൾ, കോളേജ്, പ്രിസൺ, ഹോസ്പിറ്റൽ, ലൈബ്രറി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രൈമറി പർപ്പസിന് പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ഉപയോഗിക്കേണ്ട? സെന്റൻസിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ച് ആ സെന്റൻസ് പറയേണ്ട ആവശ്യമല്ല. പക്ഷെ പ്രൈമറി പർപ്പസിന് അല്ലാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളവിടെ ദ യൂസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ജയിലിൽ പോവാണ്, ജയിലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ജയിൽ അക്യൂസ്ഡ് ആയിട്ടായിരിക്കില്ലേ പോവാ? അതായത് നമ്മൾ അവിടുത്തെ കുറ്റവാളിയാണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ദ പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഒരു ലോയർ ആയിട്ട് അവിടെ ആരെങ്കിലും കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദ യൂസ് ചെയ്യാം. സോ പ്രൈമറി പർപ്പസിന് പോകുമ്പോൾ ദ യൂസ് ചെയ്യരുത്, അല്ലാത്ത പക്ഷം ദ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ദയുടെ യൂസസും ഒമിഷൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ സ്മാർട്ട് ആയിട്ടാണ് ഇംഗ്ലീഷിന്റെ ട്രിക്സും ടെക്നിക്സും എക്സെപ്ഷൻസും പഠിക്കുന്നത്. സോ ദാറ്റ് എക്സാം ഈസിയായി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം. സോ അടുത്തൊരു എക്സെപ്ഷനും അടുത്തൊരു ടെക്നിക്കും ആയിട്ട് ഞാൻ വരും. സോ അതുവരെ വന്നിരിക്കുന്ന 3 ക്ലാസ്സസും നന്നായി കാണുക, നന്നായി റിവൈസ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.